വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാടകീയമായ കുറച്ച് സംഭവങ്ങൾ നടന്നു. You're gambling with the lives of millions of people. You're gambling with World War III. You're gambling with World War III. ഈ സംഭവത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഒരു റഷ്യൻ ഏജന്റാണെന്ന് ആളുകൾ പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. 40 വർഷമായി റഷ്യ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചിലർ അവകാശപ്പെട്ടു. രഹസ്യ ഇടപാടുകൾ, ഭീഷണികൾ, മറ്റ് രാജ്യങ്ങൾ അവരുടെ വിഭവങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കൽ എന്നിവയെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ഇതിനെല്ലാം വഴിയൊരുക്കിയത് 2025 ഫെബ്രുവരി 28 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയെ കണ്ടു. US വൈസ് പ്രസിഡന്റ് JD വാൻസും അവിടെ ഉണ്ടായിരുന്നു. നിരവധി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ച തത്സമയം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായ എന്തോ സംഭവിക്കുന്നു. കൂടിക്കാഴ്ച ഒരു വലിയ വാദമായി മാറി. You're in no position to dictate what we're going to have the cards right now. We gave you through this stupid president $350 billion. We gave you military equipment. അത് വളരെ നാടകീയമായിരുന്നു. ഈ കൂടിക്കാഴ്ച ലോകരാഷ്ട്രീയത്തെ മാറ്റിമറിക്കുമെന്ന് ആളുകൾ വിശ്വസിക്കുന്ന സാഹചര്യം പോലും ആ വാദം സൃഷ്ടിച്ചു. കോടീശ്വരനായ എലോൺ മസ്ക് പോലും US ഐക്യരാഷ്ട്രസഭയിൽ നിന്നും നാറ്റോയിൽ നിന്നും പുറത്തു പോകണമെന്ന് പറഞ്ഞു. US ഇതിനകം ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥ കരാറിൽ നിന്നും പുറത്തു പോയിരുന്നു. അമേരിക്കയിലെ പലരും ആശങ്കാകുലരായിരുന്നു. ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ രഹസ്യമായി സഹായിക്കുന്നുണ്ടെന്ന് ചിലർ പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. 2022 ഫെബ്രുവരി 24 റഷ്യ യുക്രൈനിനെ ആക്രമിച്ചു. ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. യുക്രൈൻ തങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് പോരാടിയത്. പക്ഷേ റഷ്യ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആഗ്രഹിച്ചു. റഷ്യൻ നേതാക്കൾ ആക്രമണത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ആദ്യം റഷ്യ യുക്രൈനിലെ പല പ്രദേശങ്ങളും പിടിച്ചെടുത്തു. പ്രതികരണമായി USഉം യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ സഖ്യകക്ഷികളും യുക്രൈനെ സഹായിച്ചു. അവർ ആയുധങ്ങൾ അയക്കുകയും റഷ്യയ്ക്ക് മേൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഈ സഹായത്തോടെ യുക്രൈൻ ധീരമായി പോരാടി. 2022 സെപ്റ്റംബറോടെ ചില മേഖലകളിൽ അവർ റഷ്യയെ പിന്നോട്ട് തള്ളി. 3 വർഷമായി ഇരുപക്ഷവും യുദ്ധം തുടർന്നു. പക്ഷേ ആരും വിജയിച്ചില്ല. റഷ്യയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. യുക്രൈന് അതിൻ്റെ മുഴുവൻ ഭൂമിയും തിരിച്ചുപിടിക്കാനും കഴിഞ്ഞില്ല. അതേസമയം ദശലക്ഷക്കണക്കിന് ആളുകൾ കഷ്ടപ്പെട്ടു. USഉം യൂറോപ്പും തങ്ങളുടെ സൈനികരെ അയക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പക്ഷേ യുക്രൈന് ആയുധങ്ങളും പണവും തുടർന്നു. യുക്രൈൻ അവരുടെ മുഴുവൻ ഭൂമിയും തിരികെ ലഭിക്കുന്നതുവരെ പിന്തുണയ്ക്കുക എന്നതായിരുന്നു പദ്ധതി. പിന്നീട് 2024 ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഒരു ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. If I were president, and I say this, I will end that war in one day. It'll take 24 hours. ഇപ്പോൾ അദ്ദേഹം അത് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇതാണ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ കാരണം. യുദ്ധം നിർത്താൻ യുക്രൈൻ ആഗ്രഹിച്ചു. പക്ഷേ റഷ്യ വീണ്ടും ആക്രമിക്കില്ലെന്ന് വാഗ്ദാനം ആവശ്യമായിരുന്നു. യുക്രൈൻ USൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ ട്രംപ് ആ അഭ്യർത്ഥന അവഗണിച്ചു. മുൻപ് അമേരിക്ക അവർക്ക് പണവും ആയുധങ്ങളും നൽകിയിരുന്നതിനാൽ അവർ അവരുടെ പ്രകൃതി വിഭവങ്ങൾ പകരം നൽകണമെന്ന് അദ്ദേഹം യുക്രൈനോട് പറഞ്ഞു. അതായത് ഡൊണാൾഡ് ട്രംപ് യുക്രൈനിനായി ഒരു പദ്ധതി നിർദ്ദേശിക്കുകയാണ്. എണ്ണ, വാതക കരാറുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പോലുള്ള പ്രകൃതി വിഭവങ്ങളുടെ 50% അമേരിക്കയ്ക്ക് നൽകാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഉത്തരവാദിത്തമുള്ള ഒരു നേതാവും തങ്ങളുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ പകുതി വിൽക്കാൻ സമ്മതിക്കില്ല. അതിനാൽ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി കരാറിൽ ഒപ്പിടാൻ വിസമ്മതിക്കുകയാണ്. യുക്രൈനിയക്കാരുടെ ഭാവി തലമുറയെ ഭാരപ്പെടുത്തുന്ന ഒന്നും താൻ ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രംപ് കോപാകുലനായി. സെലൻസ്കിയെ ഒരു സ്വേച്ഛാധിപതിയെന്ന് പരസ്യമായി വിളിച്ചു. അതിനുശേഷം ഒരു ഭീഷണി: വേഗം തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം അവശേഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. സെലൻസ്കിയോടുള്ള ട്രംപിന്റെ കോപം മുമ്പേ ഉള്ളതാണെന്ന് തോന്നുന്നു. കാരണം ബൈഡൻ പ്രസിഡന്റായിരുന്നപ്പോൾ US യുക്രൈനിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ട്രംപ് പ്രസിഡന്റായതിനു ശേഷം യുക്രൈനിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ US റഷ്യൻ ഉദ്യോഗസ്ഥർ തമ്മിൽ സൗദി അറേബ്യയിൽ ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചു. അവിടെ പ്രശ്നം യുക്രൈനിനെ ക്ഷണിച്ചില്ല എന്നതാണ്. ഇത് ഈ കൂടിക്കാഴ്ചക്ക് മുമ്പുള്ള സംഭവമാണ്. എന്നാൽ വീണ്ടും
തുടർ കൂടിക്കാഴ്ചയുണ്ടായി. ഫെബ്രുവരി 28-ന് ട്രംപുമായി കരാർ ചർച്ച ചെയ്യാൻ സെലൻസ്കി വൈറ്റ് ഹൗസ് സന്ദർശിച്ചു. കൂടിക്കാഴ്ച തത്സമയം സംപ്രേഷണം ചെയ്തു. തുടക്കത്തിൽ കാര്യങ്ങൾ സാധാരണമാണെന്ന് തോന്നിയെങ്കിലും താമസിയാതെ പിരിമുറുക്കം വർദ്ധിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 25 തവണ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുവെന്ന് സെലൻസ്കി ചൂണ്ടിക്കാട്ടി. ഇന്ന് യുദ്ധം അവസാനിപ്പിച്ചാലും ഭാവിയിൽ റഷ്യ വീണ്ടും ആക്രമിക്കുമെന്നും യുക്രൈൻ എങ്ങനെ റഷ്യയെ വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിക്കുകയാണ്. തീർച്ചയായും അതൊരു ന്യായമായ ചോദ്യമാണല്ലേ? കാരണം പ്രകൃതി വിഭവങ്ങളുടെ 50% അമേരിക്കയ്ക്ക് നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കരാറിൽ ഒപ്പിടുമ്പോൾ തീർച്ചയായും തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം പ്രാധാന്യമർഹിക്കുന്നു. ഈ ചോദ്യത്തിൽ ട്രംപിന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. പുടിൻ ഒരിക്കലും അമേരിക്കയുമായുള്ള കരാർ ലംഘിച്ചിട്ടില്ലെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പുടിൻ വാഗ്ദാനങ്ങൾ ലംഘിച്ച എല്ലാ സമയങ്ങളും സെലൻസ്കി അന്ന് പട്ടികപ്പെടുത്തുകയുണ്ടായി. ലോകത്തിലെ 3ാമത്തെ വലിയ ആണവ ശക്തിയായിരുന്നു യുക്രൈനെന്നും അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. എന്നാൽ 1994-ൽ സ്വമേധയ ആണവായുധങ്ങൾ ഉപേക്ഷിക്കുന്ന ചരിത്രത്തിലെ ഏക രാജ്യമായി യുക്രൈൻ മാറി. ആ വർഷം ആക്രമണങ്ങളിൽ നിന്ന് യുക്രൈനെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് US, UK, റഷ്യ എന്നിവ ബുഡാപെസ്റ്റ് മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചു. എന്നാൽ ഇന്ന് ആ വാഗ്ദാനത്തിന് അർത്ഥമില്ല. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അത് വ്യക്തമാക്കുന്നു എന്ന് വേണം പറയാൻ. തുടർന്ന് ട്രംപും വാൻസും ഭീഷണി മുഴക്കാൻ തുടങ്ങി. റഷ്യ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു റിപ്പോർട്ട് ട്രംപിനോട് സെലൻസ്കി ചോദിച്ചു. What kind of diplomacy, JD, you are speaking about? What do you mean? പക്ഷെ ഉത്തരം നൽകുന്നതിന് പകരം പരിഹസിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു, നിങ്ങളുടെ തലയിൽ ഒരു ബോംബ് വീണാലോ? If a bomb drops on your head right now, okay? What if they broke it? തീർച്ചയായും അതൊരു ഭീഷണി പോലെയാണ് അല്ലേ? കൂടാതെ ട്രംപ് കൂട്ടിച്ചേർത്തു, എനിക്ക് വെടിനിർത്തൽ വേണ്ട, നിങ്ങൾക്ക് വെടിനിർത്തൽ വേണോ? ഒടുവിൽ സെലൻസ്കി മറുപടി നൽകാൻ തുടങ്ങിയപ്പോൾ ട്രംപ് മാധ്യമങ്ങളോട് മുറിയിൽ നിന്ന് പുറത്തു പോകാൻ ഉത്തരവിട്ടു. കുറച്ച് സമയത്തിന് ശേഷം സെലൻസ്കി വൈറ്റ് ഹൗസ് വിടാൻ ആവശ്യപ്പെടുന്നു. കരാർ ഒപ്പിട്ടില്ല. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കി സമാധാനത്തിന് തയ്യാറല്ലെന്നും ഓഫീസിൽ വെച്ച് അദ്ദേഹം അമേരിക്കയെ അപമാനിച്ചുവെന്നും പറഞ്ഞുകൊണ്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. സമാധാനത്തിന് തയ്യാറാകുമ്പോൾ സെലൻസ്കിക്ക് മടങ്ങി വരാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറുപടിയായി നന്ദി 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 എന്ന് പലതവണ എഴുതി സെലൻസ്കി പരിഹാസത്തോടെ ട്വീറ്റ് ചെയ്യുന്നു. പല യൂറോപ്യൻ നേതാക്കളും സെലൻസ്കിയെ പിന്തുണച്ച് പോസ്റ്റുകൾ ഇടുന്നു. അദ്ദേഹം അവർക്ക് അതേ രീതിയിൽ മറുപടി നൽകുന്നു. സിനിമാ രംഗങ്ങൾ പോലെ ആയിരുന്നു കാര്യങ്ങൾ. കൂടാതെ 2025 ഫെബ്രുവരി 24-ന് ചരിത്രത്തിൽ ആദ്യമായി റഷ്യയെയും ഉത്തര കൊറിയയെയും പിന്തുണച്ച് US യുക്രൈനെതിരെ വോട്ട് ചെയ്തിരുന്നു. അതും വ്യക്തമാക്കുന്നത് ട്രംപിന്റെ സെലൻസ്കിയോടുള്ള താല്പര്യക്കുറവാണ്. ട്രംപ് എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ഇതിനെ ചൊല്ലി ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു. ഒന്നാമതായി, സെലൻസ്കിയെ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇഷ്ടമല്ല. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. രണ്ടാമതായി, ട്രംപിന് റഷ്യയുമായി ബന്ധമുണ്ടെന്ന് വളരെ കാലമായി ആരോപിക്കപ്പെടുന്നു. ക്രാസ്നോഡർ എന്ന കോഡ് നാമമുള്ള ഒരു റഷ്യൻ ഏജന്റാണ് അദ്ദേഹമെന്ന് ചിലർ അവകാശപ്പെടുന്നു. ട്രംപിൽ റഷ്യക്ക് വളരെ കാലമായി താൽപ്പര്യമുണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. 40 വർഷം മുമ്പ് റഷ്യ ട്രംപിനെ ഉപയോഗപ്രദമായി കണ്ടിരുന്നുവെന്ന് മുൻ റഷ്യൻ ഇന്റലിജൻസ് ഓഫീസർ യൂറി ഷ്വെറ്റ്സ് പറയുന്നു. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ റഷ്യ ആളുകളെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്തിരുന്നുവെന്ന് ഒരു റിപ്പോർട്ട് അവകാശപ്പെടുന്നു. അവരിൽ ചിലർ പിന്നീട് ശക്തരായി. ട്രംപ് അവരിൽ ഒരാളാണെന്ന് ഷ്വെറ്റ്സ് പറയുന്നു. 1977 തൊട്ട് റഷ്യ ട്രംപിനെ നിരീക്ഷിച്ചിരുന്നതായി പറയപ്പെടുന്നു. 1980 ഡൊണാൾഡ് ട്രംപ് ഗ്രാൻഡ് ഹയാത്ത് ന്യൂയോർക്ക് ഹോട്ടൽ തുറന്നു. KGBയിൽ രഹസ്യമായി ജോലി ചെയ്തിരുന്ന സെമിയോൺ കിസ്ലിനിൽ നിന്ന് അദ്ദേഹം 200 ടെലിവിഷൻ സൈറ്റുകൾ വാങ്ങി. ഭാവിയിൽ KGBക്ക് ഉപയോഗപ്രദമാകാൻ സാധ്യതയുള്ള ഒരാളായി ട്രംപിനെ കിസ്ലിൻ തിരിച്ചറിഞ്ഞു. KGB റഷ്യൻ ഭാഷയിൽ സംസ്ഥാന സുരക്ഷയ്ക്കുള്ള കമ്മിറ്റി എന്നാണ് അർത്ഥമാക്കുന്നത്. US-ലെ CIA-ക്ക് സമാനമായി സോവിയറ്റ് യൂണിയന്റെ പ്രധാന സുരക്ഷാ ഏജൻസിയായിരുന്നു KGB. 1987 ട്രംപും ഭാര്യ ഇവാനയും മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും സന്ദർശിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം ഈ യാത്രക്കിടെ ട്രംപിനെ സ്വാധീനിക്കാൻ KGB ശ്രമിച്ചു. അവർ അദ്ദേഹത്തെ പ്രശംസിച്ചു, രാഷ്ട്രീയ ആശയങ്ങൾ നൽകി, രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിന് US പ്രസിഡന്റ് ആകാൻ കഴിയുമെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു. US-ൽ തിരിച്ചെത്തിയ ശേഷം ട്രംപ് US വിദേശ നയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രധാന പത്രങ്ങളിൽ മുഴുവൻ പ്രസിദ്ധീകരിച്ചു. താമസിയാതെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. 2000-ലും 2012-ലും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഒടുവിൽ 2016-ൽ വിജയിച്ചു. 2016-ലെ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിലൂടെ ട്രംപിനെ സഹായിച്ചതായി റഷ്യക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു.
ട്രംപിനെ പിന്തുണയ്ക്കുന്നതിനായി ദശലക്ഷക്കണക്കിന് ഡോളർ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്കായി ചെലവഴിച്ചുകൊണ്ട് റഷ്യ തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടുവെന്ന് പിന്നീട് അന്വേഷണങ്ങൾ സ്ഥിരീകരിച്ചു. ട്രംപിന്റെ ആശയങ്ങൾ ലോകത്തിന് അപകടകരമാണെന്ന് പലരും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ നയങ്ങൾ കൊളോണിയൽ മനോഭാവം കാണിക്കുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം ഗ്രീൻലാൻഡ് വാങ്ങാൻ നിർദ്ദേശിച്ചു. കാനഡയെ യുഎസിന്റെ 51ാമത്തെ സംസ്ഥാനമാക്കുന്നതിനെക്കുറിച്ച് തമാശ പറയുന്നു. പനാമ കനാൽ വീണ്ടും യുഎസിന്റെ നിയന്ത്രണത്തിലാക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തെക്കുറിച്ച് ഗാസയിൽ നിന്ന് 2 ദശലക്ഷം പാലസ്തീനികളെ നീക്കം ചെയ്യാനും ആ പ്രദേശം 5 നക്ഷത്ര ഹോട്ടലുകളുള്ള ഒരു ആഡംബര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനും ട്രംപ് നിർദ്ദേശിച്ചു. ഈ സമീപനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഇവ ഹ്രസ്വകാല വിജയം കൈവരിച്ചേക്കാം. എന്നാലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് യുഎസിനെ ദുർബലപ്പെടുത്തിയേക്കാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മറ്റ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് അവരെ യുഎസിൽ നിന്നും അകറ്റുന്നു. യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഭീഷണികളും തീരുവകളും ഉപയോഗിച്ച് യുഎസ് നയങ്ങൾ പിന്തുടരാൻ അവരെ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ തന്ത്രം തിരിച്ചടിയായേക്കാം. ട്രംപിന്റെ നിലപാടുകൾക്ക് ശേഷം പല രാജ്യങ്ങളും ഇപ്പോൾ യുഎസിനെതിരെ ഒന്നിക്കുന്നു. ഫ്രാൻസ്, ജർമ്മനി, UK, കാനഡ തുടങ്ങി നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഒരു പുതിയ സഖ്യം രൂപീകരിക്കുന്നു. ആഗോള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇത് കാണിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കൂ. ഈ വീഡിയോ ഉപയോഗപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.